നമുക്ക് വീടുകളിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്, മുട്ടത്താളിയുടെ ഹെയർ പാക്ക്. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീൻ ഹെയർ പാക്കാണ്. ഈ പ്രോട്ടീൻ ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്താൽ മതി. ഈ ഒരു പ്രോട്ടീൻ ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഹെയർ പാക്കുകളിൽ വെച്ച് തന്നെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഹെയർ പാക്ക്, പ്രോട്ടീൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ ഹെയർ ഫോൾ കുറയ്ക്കാനും മുടി കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ വളരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് സോന, ചാനലിൻ്റെ പേര് ഹെൽത്തി ഹെയർ ടിപ്സ് എന്നാണ്. നിങ്ങൾക്ക് ഈ ചാനൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഹെയർ ഫോളിനുള്ള റെമഡീസ്, അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഹെയർ ഗ്രോത്ത്, അതിനുവേണ്ടിയുള്ള കുറേ റെമഡീസ് ചാനലിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. താഴെ ബാക്കായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണ്, യൂസ്ഫുൾ ആണ് എങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോവാം. സാധാരണ ഇതുപോലുള്ള ഹെയർ പാക്കുകൾ നിങ്ങൾ കൂടുതലും കാണുക ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലാണ്. അതുപോലെ 30 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഉണ്ടാവും, 7 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ഉണ്ടാവും, അങ്ങനെ. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. 30 days ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരു 21 days, ഒരു 1 week അങ്ങനെയൊക്കെ ചെയ്യാം എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്കത് റെഡിയാക്കാം. ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാമ്പോ, കണ്ടീഷനോ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതിൻ്റെ ചെറിയ ചെറിയ പാർട്ടിക്കിൾസൊക്കെ പോകാനായിട്ട് നല്ലതുപോലെ ഹെയർ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചെമ്പരത്തിയുടെ സാധനങ്ങളൊക്കെ തലമുടിയിൽ പിടിച്ചിരിക്കും. അതിന് വേണ്ടിയിട്ട് ഷാമ്പു യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നാച്ചുറലായിട്ട് ഇങ്ങനെ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കെമിക്കൽ കണ്ടീഷണർ ഷാമ്പൂസും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതുപോലെ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. പ്രോട്ടീൻ ഹെയർ പാക്സ് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മുട്ടയൊക്കെ നമ്മുടെ സ്കാൽപ്പിനെ നല്ലതായിട്ട് ഡ്രൈ ആക്കും. അതുകൊണ്ട് നന്നായിട്ട് ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് പാടത്താളിയാണ്. പാടത്താളി ഇപ്പം സീസണിലായതുകൊണ്ട് ഇങ്ങനെ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെയായിരിക്കും പാടത്താളി ഇരിക്കുക, ഇതിൻ്റെ ഇല വന്നിട്ട്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട സാധാരണ ചെമ്പരത്തിയുടെ ഇലകളും പൂക്കളും എടുത്താൽ മതി. അപ്പം നമ്മൾ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചെമ്പരത്തി ഇലയും പൂക്കളും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. നമ്മൾ എന്തുണ്ടാക്കിയാലും അരിച്ചിട്ട് തലയിൽ തേക്കുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് എന്നല്ല, നമ്മുടെ അല്ലെങ്കിൽ മുടിയിൽ നന്നായിട്ട് ഇങ്ങനെ പൊടിയായിട്ടിരിക്കും. അപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ടയുടെ വെള്ളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊരു മണമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ള ചേർക്കുന്നത്. ഇപ്പം പുറത്തൊന്നും പോകാത്തവരാണെങ്കിൽ നിങ്ങൾ മഞ്ഞ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. ഞാനിവിടെ വെള്ളയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുട്ടയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ താളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ ഇനിയും അത് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് താളിയും മുട്ടയും നന്നായിട്ട് മിക്സ് ആവുന്നതോടെ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എണ്ണയാണ് തേക്കുന്നത്. ഈ എണ്ണയുടെ വീഡിയോ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇടാൻ പറ്റില്ല. കാരണം സീസണിലായിട്ട് ലീവ്സ് കിട്ടിയില്ല. അതുകൊണ്ടാണ്. ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഇതിട്ടിട്ടാണ്. അപ്പോൾ ഏതായാലും എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ചെമ്പരത്തിപ്പൂവ്, മൈലാഞ്ചി ഇല, കീഴാർനെല്ലി, കറിവേപ്പില, കൈന്യം, ഇത്രയും സാധനങ്ങൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. ചെറിയുള്ളിയും നെല്ലിക്കയും അരിഞ്ഞിട്ട് വേണം ഉണക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒരു 5 വെയിൽ കൊണ്ടു കഴിയുമ്പോൾ നല്ലതായിട്ട് ഉണങ്ങി കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് പൊടികൾ ഇട്ട് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച വെയിൽ കൊള്ളണം. സാധാരണ വെയിൽ കൊണ്ടാൽ മതി. നമ്മൾ ഇതിനകത്ത് ചൂടാക്കലോ പിറക്കലോ തിളപ്പിക്കലോ അങ്ങനത്തെ ഒരു സംഭവമില്ല. കാരണം നമ്മൾ ചൂടാക്കുന്ന ആ ഒരു ചൂടാക്കൽ കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലൊക്കെ നമ്മുടെ മുടീനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ വെയിലത്ത് വെച്ചാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് ഒരാഴ്ച. അങ്ങനെയാണ് ഈ എണ്ണ ഇവിടെ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ പൂക്കളും ഇലകളൊക്കെ ഒരുമിച്ച് കിട്ടുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും എണ്ണ തേക്കാം.
നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എണ്ണ തേച്ച് കൊടുക്കണം. എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇൻവേർഷൻ ടെക്നിക്കൊക്കെ നല്ലതാണ്. മുടി മുന്നോട്ടിട്ടിട്ട് എണ്ണ തേച്ച് അങ്ങനെ. നമ്മൾ ഹെയർ പാക്ക് ഇപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സ്കാൽപ്പിലാണ് കൂടുതലും ഫുള്ളായിട്ട് തേക്കുക. ബാക്കി വരുന്ന ഭാഗങ്ങൾ ലെങ്ത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിപ്പോൾ കുറച്ചേ കിട്ടിയുള്ളൂ. എൻ്റെ മുടിക്ക് നീട്ടമുള്ളതുകൊണ്ട് അറ്റത്തോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ കഴുകുമ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അറ്റത്ത് വരുന്ന രീതിയിലും കൂടെ സ്കാൽപ്പിലെ പിഴിഞ്ഞ് താഴോട്ട് എത്തിയിട്ട് ഒന്ന് കഴുകി കൊടുക്കുന്നത് നല്ലതായിരിക്കും. തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. പിന്നെ ജലദോഷം നീരിറക്കമൊക്കെ ഉള്ളവർ അതനുസരിച്ച് നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് സമയം ക്രമീകരിച്ച് വെക്കുക. പിന്നെ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം തേച്ചാൽ മതി. കാരണം മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മുട്ട ചേർത്തിട്ടുള്ള ഈ പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം തേച്ചാൽ മതി. പിന്നെ മുട്ട ചേർക്കുന്നില്ല, താളി മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് 2-3 ദിവസമൊക്കെ തേക്കാം ആഴ്ചയിൽ. അപ്പം നമുക്ക് ഏതായാലും ഇനി കഴുകിയിട്ട് വരാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.